കൂട്ടുകാർക്കും JB ഫ്ലവർ ജേണിയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമുക്ക് കരിമ്പ് വാങ്ങുമ്പോഴേ നല്ലൊരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി വെക്കാണ്. കരിമ്പും നെല്ലിക്കും ഇഞ്ചി വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കാട്ടോ. നല്ല അടിപൊളിയായിരിക്കും. കരിമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു. പിന്നെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക ഇഞ്ചി അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം. എന്നിട്ട് നമ്മൾ ചെറിയ മിക്സി ജാറിലിട്ട് അരയ്ക്കാം. എന്താ പറയുക, പെട്ടെന്ന് അരിഞ്ഞിട്ട് കരിമ്പിന് ഇത്തിരി കുറച്ച് ഹാർഡല്ലേ, ചെറിയ മിക്സി ജാറിലിട്ട് അരച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടി എടുക്കാം. ഇനിയിപ്പോ കരിമ്പിന്റെ ഒക്കെ സീസൺ അല്ലേ, ഉത്സവങ്ങള് പെരുന്നാളുകളൊക്കെ, അപ്പൊ കരിമ്പ് ഇഷ്ടം പോലെ കിട്ടും. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അരച്ചെടുത്തപ്പോ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ, ഇതേപോലെ ഇരിക്കും. അപ്പൊ നമുക്കിത് ജ്യൂസ് അരിപ്പിലേക്ക് പകർത്താം. നമുക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിലേ അത് തണുപ്പുള്ള പച്ചവെള്ളം എന്ത് വേണമെങ്കിൽ ഒഴിച്ചടിക്കാട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ പേസ്റ്റ് ഇല്ലേ, അതെടുത്തിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന്റെ നീര് കിട്ടും. ഞാനിപ്പോ വീണ്ടും അടിച്ചിട്ട് വന്നു. പിന്നെ നമുക്ക് വീട്ടിലനുസരിച്ച് എടുക്കാട്ടോ. ഞാൻ പിന്നെ കുറച്ചാണ് എടുത്തത്. പിന്നെ കരിമ്പിന്റെ നെല്ലിക്കയുടെ ഒക്കെ ഇഞ്ചിയുടെ ഒക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടൊരു നല്ലൊരു ജ്യൂസ് 10-11 കുടിക്കാൻ പറ്റിയ സംഭവം അത്. എപ്പോഴാണെങ്കിലും കുടിക്കാട്ടോ, നമുക്ക് ചൂട് കുടിക്കാം. അപ്പൊ ഇതിനെ കഴിഞ്ഞിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്താട്ടോ. ഞാൻ പിന്നെ ഐസ് വാട്ടർ വെച്ചിട്ടാണ് അടിച്ചത്. ഐസ് ഇട്ട് ഉപയോഗിക്കാട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നറിയോ, നല്ല മധുരമാണത്. മുന്നിട്ട് നിൽക്കും, കരിമ്പിന്റെ മധുരല്ലേ, പിന്നെ നെല്ലിക്കയുടെ ഒരു പുളിയും ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടി നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ. പിന്നെ ഇതിന് മധുരം ആവശ്യമില്ല, മധുരം ഉണ്ട്, കരിമ്പിന്റെ മധുരമുണ്ട്, ഒരു ചെറിയ പുളിയുണ്ട്, ഇഞ്ചിയുടെ ഫ്ലേവർ. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് കരിമ്പൊക്കെ കിട്ടുന്ന സീസൺ അല്ലേ ഇപ്പൊ. അപ്പൊ നിങ്ങള് കരിമ്പ് വാങ്ങി കഴിയുമ്പോ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ. മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഹെൽത്തി ഷേക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് മധുരക്കിഴങ്ങ് ഷേക്കിന് മധുരക്കിഴങ്ങും കപ്പലണ്ടിയും പാലും മാത്രം മതിയിട്ടായി 3 ചേരുവ വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അണ്ടിപ്പരിപ്പോ ബദാമോ ഈന്തപ്പഴമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർത്താൽ എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ മധുരക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞു വെച്ചു, കപ്പലണ്ടിയും വേവിച്ച് വെച്ചു. കപ്പലണ്ടി തൊലിയൊന്നും കളയണ്ട കേട്ടോ. മിക്സി ജാറിൽ കപ്പലണ്ടി ഇട്ടു, പിന്നെ മധുരം കിഴങ്ങിട്ട് ഒരുമിച്ച് അടിക്കാം കേട്ടോ. പാലൊഴിച്ചടിക്കാം. അപ്പം ഇത് അടിച്ചിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കാം കേട്ടോ. പാലിൻ്റെ അളവ് മധുരക്കിഴങ്ങും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കപ്പലണ്ടിയൊക്കെ ചേർത്ത് ഇപ്പം മധുരക്കിഴങ്ങും കപ്പലണ്ടിയും പാലും കൂടി ചേർത്ത് നല്ല ഹെൽത്തി ഷേക്ക് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ ഉണ്ട്, അപ്പം അത് നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പം മധുരക്കിഴങ്ങും കപ്പലണ്ടിയും പാലും, ഇത് നല്ലൊരു പ്രോട്ടീനാണ്. പാലും മധുരക്കിഴങ്ങും കപ്പലണ്ടിയും നല്ല ഹെൽത്തി അല്ലേ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മധുരക്കിഴങ്ങൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എല്ലാം കൂടി നല്ല ടേസ്റ്റുമാണ്. അതിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ മധുരവും കപ്പലണ്ടിയിൽ ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിലുള്ള നട്ട്സ്, അപ്പോൾ ബദാം ഉണ്ടായിരുന്നു, ഈന്തപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പപ്പായം കൂടി ഇട്ടടിക്കാം. നമുക്ക് കോമ്പിനേഷൻ വേണം കേട്ടോ. ഇത് ഒന്നില്ലെങ്കിൽ ക്യാരറ്റ് വേവിച്ചത് അടിക്കാം, അല്ലെങ്കിൽ പപ്പായ. അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അടിച്ചിട്ട് വരാം. ഇതിപ്പോൾ ഇങ്ങനെയായിട്ട് ഇരിക്കാം. പപ്പായയുടെ മധുരം, മധുരക്കിഴങ്ങിൻ്റെ മധുരം, കപ്പലണ്ടി, ബദാം, ഈന്തപ്പഴത്തിൻ്റെ മധുരം എല്ലാം കൂടി നല്ല ടേസ്റ്റായിട്ടോ. പിന്നെ പപ്പായ ഇല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് വേവിച്ചിട്ടിടാം, അതും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ഹെൽത്തി ഷേക്ക് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ.
ഇതിൽ വേണമെങ്കിൽ നമുക്ക് തേൻ ഒഴിച്ച് കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാത്തിൻ്റെയും കൂടി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഹെൽത്തി ഷേക്ക് ഇഷ്ടമായോ? അപ്പം നാളെ കാണാം. ടിപ്സിലേക്ക് പോയാലോ? സ്കിന്നൊക്കെ ഗ്ലോ ആവാൻ വേണ്ടി, സ്കിന്നിനൊക്കെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലെന്തൊക്കെയാണ് ചേർത്തേക്കണമെന്ന് ഞാൻ പറയാം. 1 ടീസ്പൂൺ പാലെടുക്കുക, പിന്നെ 1 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക, പിന്നെ 1 ടീസ്പൂൺ കടലമാവ്, ഒക്കെ ഈ ചെറിയ സ്പൂണിന് എടുത്തോളൂ കേട്ടോ. പിന്നെ 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇത് ഡെയിലി ഇടണമെങ്കിൽ ഇടാം, 2 ദിവസം കൂടുമ്പോൾ ഇടാം, ആഴ്ചയിൽ ഒരിക്കൽ ഇടാം. വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുഖമൊക്കെ സ്ക്രബ് ചെയ്തിട്ട് ഈ പാക്ക് ഇട്ടാൽ മതി. അപ്പോൾ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഒരിക്കൽ കൂടി പറയാം: ബീട്രൂട്ട് ജ്യൂസ്, പാല്, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, കടലമാവ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. നാളെ കാണാം.